എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കാഫ് എന്തേ? പോയി സ്കാഫ് എടുക്ക് ഇറങ്ങ്. അതാമ്മ പോ. ഓടണ പായ. ഇത് ഞായറാഴ്ച രാവിലെ സൺഡേ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പുള്ള കലാപരിപാടികളാണ് കേട്ടോ. മിക്കപ്പോഴും ഇവിടെ സ്കാഫ് എടുക്കാൻ മറക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ അങ്ങനെ വഴക്ക് പറഞ്ഞപ്പോഴത്തേനും വേഗം പോയി സ്കാഫ് എടുത്തിട്ട് ഒരു പള്ളിയിലേക്ക്. ഞാൻ സ്കാഫ് ഇല്ലാണ്ട് നിൽക്കണേ. നമ്മൾ ആദ്യ കുർബാന കഴിഞ്ഞ മക്കളൊക്കെ സ്കാഫൊക്കെ ഇട്ടിട്ട് വേണ്ടേ നമുക്ക് പള്ളിയിൽ വിടാനായിട്ടും പള്ളിയിൽ പോകാനായിട്ടൊക്കെ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ചേട്ടൻ രാവിലെ തന്നെ അവളെ കാറ്റഗറി ക്ലാസ്സിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മുടെ വാച്ചിൻ്റെ സമയം നോക്കണ്ടാട്ടോ, അതിപ്പോൾ 7:30 7:15 ആയിട്ടുള്ളൂ, ആവണേ ഉള്ളൂ. 15 മിനിറ്റ് ഫാസ്റ്റാണ്. പക്ഷേ ഇടയ്ക്കത് നമ്മളെ പറ്റിക്കും. അങ്ങനെ ദാ ജോക്കുട്ടൻ കിടന്ന് ഉറങ്ങുകയാണ്. അവൻ എണ്ണീറ്റിട്ടില്ല. അപ്പം ഞാൻ കരുതി ഇച്ചിരി നേരം കൂടെ ഒന്ന് കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം. കാരണം എണ്ണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വാലേ എൻ്റെ പുറകെ ഒന്നും പോകില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ എന്നെ തന്നെ ഒന്ന് നോക്കൂട്ടു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നീരുണ്ടോ, കഴുത്ത് ഭയങ്കരമായിട്ട് കറുത്തിട്ടുണ്ടോ. ഈ ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ കഴുത്തൊക്കെ ഭയങ്കരമായിട്ട് കറുക്കും, അങ്ങ് മുഖത്തൊക്കെ ചെറിയൊരു നീരൊക്കെ വരും. അപ്പോൾ അമ്മ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ലൈറ്റ് ഓഫ് ചെയ്ത് അവിടെ നിന്ന് പോയി. അപ്പോൾ രാവിലെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ അന്നമോളെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൊടുത്തിട്ട് കാറ്റഗറി ക്ലാസ്സിൽ വിട്ടു. രാവിലെ പ്രാർത്ഥിച്ചിട്ട് തന്നെ ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര സമാധാനമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച ചെക്കപ്പിന് പോയപ്പോൾ ഞാൻ ഭയങ്കര വിഷമിച്ചാണ്, ഞാൻ സങ്കടപ്പെട്ടൊക്കെയാണ് പോയത്. എന്തോ എനിക്കറിയില്ല, അത് അഭിനയമൊന്നും അല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഡെലിവറിക്ക് നമ്മളൊന്നും അറിയില്ല, വെറുതെ പാട്ടും പാടി പോയതാണ്. അപ്പോൾ അഡ്മിറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും C-സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. C-സെക്ഷൻ ചെയ്തു. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. കാരണം ഇതെന്താണ്, ഇത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് എന്താണ്, പെയിൻ എന്താണ്, ഒന്നും എനിക്കറിയില്ല. രണ്ടാമത്തേന് എനിക്ക് ചെറിയ രീതിയിലുള്ള പേടി ഉണ്ടായിരുന്നു, കാരണം ആ വേദന എന്തെന്നറിയാം. പക്ഷെ മൂന്നാമത്തേതിൽ നമുക്ക് 2 മക്കൾ, അവരെ കാര്യം നമ്മൾ ഏൽപ്പിക്കുന്ന ആൾക്കാർ, നമ്മുടെ അമ്മ, ചേട്ടൻ്റെ അമ്മ ഒക്കെ നോക്കിക്കോളും. പക്ഷെ എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ അടുത്തുനിന്ന് മാറ്റി നിർത്തുമ്പോൾ കുറേ ദിവസത്തേക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് ഇല്ലാതാവുമ്പോൾ നമുക്കൊരു സങ്കടം വരില്ലേ. ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന അറിയാം. പക്ഷെ എന്തോ മനസ്സങ്ങ് ഡിപ്രസ്ഡ് ആയിപ്പോയി. അപ്പോൾ കുറേ അങ്ങ് കരഞ്ഞങ്ങ് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റണ്ടായില്ല, സങ്കടം വന്നിട്ട്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ നിർത്തി അങ്ങ് പോയതാണ്. അതിന് തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വീട് ഈ റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ നല്ല അസൽ പൊടിയാണ്. പൊടി എന്ന് പറഞ്ഞാൽ എത്ര തുടച്ചാലും എത്ര ക്ലീൻ ചെയ്താലും പൊടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഈ ജനലിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വാരി വിതറുന്ന പോലെയാണ് പൊടിയൊക്കെ. തുണിയൊക്കെ അലക്കിയിട്ട് പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ പോക്കാണ്, ആ തുണിയും പോക്കാണ്. ഇട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചൊറിയും. അപ്പോൾ ഇഞ്ചി ഇട്ടിട്ടൊരു ചായ കുടിച്ചാൽ രാവിലെ തൊണ്ടയുടെ ചൊറിച്ചിലിനൊരു കുറവ് കിട്ടുന്നതായിരുന്നു. കുറച്ച് ഇഞ്ചി ഇട്ടിട്ട് ഇച്ചിരി ചായ എടുത്തപ്പോഴത്തേക്കും പറഞ്ഞു എനിക്ക് കൊടുത്തോ, എനിക്ക് നല്ല ചുമയുണ്ടെന്ന്. അപ്പോൾ ചേട്ടനും എനിക്ക് ഞാൻ ചെറിയ രീതിയിലാണ്, കുറേ ഇഞ്ചിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഇട്ടിട്ട് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ വന്നിരിക്കുമ്പോൾ ഈ പറയണതൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങളും അതും ഇതൊക്കെയാണ് കേട്ടോ. കുഞ്ഞ് വന്നിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ചേട്ടന് നല്ല ടെൻഷനൊക്കെ ഉണ്ട്, ഒരു പേടിയൊക്കെ ഉണ്ട്. പറഞ്ഞ ദിവസങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ അടുത്തായതോടുകൂടി കുറച്ച് പേടിയൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ക്രിസ്മസിൻ്റെ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. നിങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടാകും. 24-ാം തീയതി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് ചെയ്യാൻ. ഞാനിതെല്ലാം വീഡിയോ എടുത്തതാണ്. എടപ്പള്ളി പള്ളിയിൽ പോകുന്നത് വരെ ഞാൻ ലോങ് വീഡിയോക്ക് വേണ്ടി എടുത്തതാണ് എൻ്റെ വേറൊരു ഫോണിൽ നിന്ന്. അയ്യോ, എന്തോ എൻ്റെ ഒരു പൊട്ടത്തരത്തിന് എൻ്റെ കൈ കൊണ്ട് തന്നെ വീഡിയോസ് ഡിലീറ്റായിപ്പോയി. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. പിന്നെ ഞാൻ കരുതി അത് ഓർത്ത് അതിലങ്ങ് സ്റ്റക്കായി നിൽക്കണ്ട, ഞാൻ എന്തായാലും ന്യൂ ഇയർ വീഡിയോ എന്തെങ്കിലും ഞാൻ ചെയ്തിടാം കേട്ടോ. എൻ്റെ ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെ ആണെങ്കിൽ ഇടാം. അന്ന് എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ട് കൂടി ഞാൻ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ കൈവേദന കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അന്ന് വീഡിയോ എടുത്തായിരുന്നു. പക്ഷെ എന്തോ എൻ്റെ പൊട്ടത്തരമാണ്, എൻ്റെ തെറ്റാണ്, എൻ്റെ മറവിയാണ്. എനിക്ക് ഭയങ്കര മറവിയും പൊട്ടത്തരമൊക്കെ ചെയ്യണ സമയമാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പറയണു വെള്ളയപ്പം ഉണ്ടാക്കമ്മ, വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം ആയല്ലോ. അപ്പോൾ ഞാൻ കരുതി എന്തായാലും വെള്ളയപ്പം ഉണ്ടാക്കുക. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പൊടി മേടിച്ചു. അതിൽ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. നമ്മൾ അങ്ങനെ ഉപ്പിടുക, പഞ്ചസാര ഇടുക, വെള്ളം ചേർക്കുക. അപ്പോൾ ഞാനൊരു ഇച്ചിരി ചൂടുവെള്ളത്തിലാണ് കുറച്ച് പഞ്ചസാര വേറെ കലക്കിയിട്ടിട്ടത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ നമ്മുടെ ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലേടാ,
അതൊരു ഇച്ചിരിക്കോളം ഇട്ടു കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങയുടെ ഒരു ടേസ്റ്റ് വരുമല്ലോ എന്ന് കരുതി കുറച്ചത് ഇട്ടായിരുന്നു. ഈസ്റ്റോ ഒന്നും ചേർത്തൊന്നുമില്ല. 1 മണിക്കൂറിനുള്ളിൽ പൊങ്ങി. ഞാനിവിടെ ഇച്ചിരിക്കോളം പഞ്ചസാര ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് അടിച്ച് ഞാൻ ഇത് നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷന് കുട്ടികൾക്ക് ബിരിയാണി മേടിച്ചില്ലേ, അപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എളുപ്പമായി എനിക്ക് ഇനി എന്തെങ്കിലും മാവൊക്കെ അടിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഇട്ട് വയ്ക്കാനോ ഒരു പാത്രം കിട്ടിയല്ലോ. ഒന്നല്ല 2 ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ അടിച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ എന്തായാലും മാവ് അടിക്കുമ്പോൾ എനിക്ക് അവിടെ ഇവിടെയൊക്കെ തെറിച്ച് വീഴും. വേഗം ഒന്ന് അവിടേക്കൊന്ന് തുടച്ചിട്ടിട്ട് ഞാൻ ഇനി ബാക്കിയുള്ള പണികൾ നോക്കാൻ പോവാണ്. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് 2 ബംഗാളികളെ കിട്ടിയിട്ടുണ്ട്, ഹിന്ദിക്കാരെ കിട്ടിയിട്ടുണ്ട്. ബംഗാളിൽ നിന്ന് നമ്മൾ പറയുന്നതാണ് കേട്ടോ, അവർ ശരിക്കും ഒറീസക്കാരാണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. വേഗം പുറകിൽ കുറേ ചപ്പും കാടും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കാം. അപ്പോൾ ഇത് തലേ ദിവസം അനുവേട്ടനുണ്ടാക്കിയ ചിക്കൻ കറിയാണ്. അപ്പോൾ അത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോഴത്തേനും കറിക്ക് കറി. അപ്പോൾ നമുക്കിനി വേറെ കറികളൊന്നും വെക്കണ്ട. ഞാൻ വെള്ളക്കടല വെക്കാമെന്നൊക്കെ ഓർത്തു കേട്ടോ, വെള്ളക്കടല മേടിച്ചതിരിക്കേണ്ട. പിന്നെ ഞാൻ കരുതി വേണ്ട, എന്തായാലും ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ ഇതിൽ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കതങ്ങ് കഴിച്ചു പോകാം. അപ്പോൾ നമ്മൾ തലേ ദിവസം നമുക്കിനി തുണി വിരിക്കുന്ന സ്റ്റാൻഡൊക്കെ ആവശ്യമാണ്. കാരണം ഇനി ഫ്രണ്ടിൽ അഴ കെട്ടാൻ പറ്റില്ല, ആ മരമൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു. അതിലായിരുന്നു നമ്മൾ അഴ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പുതിയൊരു സ്റ്റാൻഡ് മേടിച്ചത് ഓൺലൈനിലല്ല, ഇൻസ്റ്റാൾമെൻ്റാണ്. ഓൺലൈനിൽ ഇതേ പ്രൈസ് തന്നെയാണ്. ഓൺലൈനിൽ ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാനിതിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അലക്കിയിട്ട തുണികളൊക്കെ, അതായത് ഒരു ട്രിപ്പ് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു തലേ ദിവസം. ഞാൻ വൈകിട്ടാണ് കൂടുതലും തുണി വിരിക്കുക, അല്ലെങ്കിൽ രാവിലെ ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ ഉച്ചയ്ക്ക് ഇപ്പോൾ എടുക്കും. കാരണം അത്രയ്ക്ക് പൊടിയാണ്. നമുക്ക് മഴ സമയത്ത് അത്ര ഇല്ല കേട്ടോ. ഈ മഞ്ഞിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു മഞ്ഞ് സമയത്താണ് ഭയങ്കര പൊടി. വേനലിലും ഉണ്ട്, പക്ഷെ എന്നാലും ഈ മഞ്ഞുകാലത്ത് ഭയങ്കര പൊടിയാണ്. തണുപ്പും പൊടിയും കൂടി ആകുമ്പോൾ നമുക്കും വയ്യാണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് അൽക്കുലത്ത് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേനും വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് ഈ കാസ്റ്റ് അയണിൻ്റെ ചട്ടിയിൽ തന്നെയാണ്. വേഗം ഞാൻ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ നമ്മുടെ ഹിന്ദിക്കാർ, നമ്മുടെ വീട്ടിൽ വരുന്ന ചേട്ടന്മാരല്ല, എന്നേലും ഇളയതുങ്ങളാണ് ഒരാൾ, അവർ എന്തായാലും വെള്ളയപ്പം അവർ കഴിക്കത്തില്ല. അവർക്ക് ഇഷ്ടം ഈ ഗോതമ്പിൻ്റെ ഭക്ഷണങ്ങൾ, പരിപ്പ്, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞെന്തായാലും ചേട്ടാ ഒരു ചപ്പാത്തി മേടിക്കുക, നമുക്ക് ഇതെടുക്കാം, അവർക്ക് ചപ്പാത്തി കൊടുക്കാം. സത്യം പറയട്ടെ, അവർ അങ്ങനെ തന്നെയാണ് കേട്ടോ. വെള്ളയപ്പം വെച്ച് കൊടുത്തിട്ട് അവർ ഞാൻ ചേച്ചി വേണ്ട, അവർ വേണ്ടാന്ന് പറഞ്ഞാൽ അവർ ചപ്പാത്തിയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ ആ ഇഷ്ടം കണ്ടിട്ട് വേണമല്ലോ ഒക്കെ ചെയ്യാനായിട്ട്. നമ്മുടെ വീട്ടിൽ എന്തിനു വന്നതായിക്കോട്ടെ, നമ്മൾ പണിക്ക് വന്നതായാലും ഗസ്റ്റായിട്ട് വന്നതായാലും നമ്മൾ സ്നേഹത്തോടു കൂടി സ്നേഹത്തോടു കൂടി തന്നെ വേണ്ടേ അവരോട് പെരുമാറാനായിട്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ചപ്പാത്തി മേടിച്ചു. ഞങ്ങൾക്കപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഇഷ്ടം. പിന്നെ അവർക്ക് കൊടുക്കുന്നത് ഇത് എങ്ങനെ എടുത്ത് കഴിക്കുന്ന കരുതി ഞാൻ എടുത്തില്ല കേട്ടോ. ഞാനപ്പോൾ വേഗം പിന്നെ അങ്ങ് തിരക്കായി. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വേണമല്ലോ. അപ്പോൾ ഞാൻ വേഗം പാൽ ചായ ഇട്ടു. പെട്ടെന്ന് തന്നെ ഞാൻ വെള്ളയപ്പം അപ്പുറത്ത് ഒരു ഇതിൽ ചായ ആക്കി എടുത്തു മാറ്റി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇതെടുത്തു, വെള്ളയപ്പച്ചട്ടി വെച്ചു, വേഗം വെള്ളയപ്പം ഉണ്ടാക്കി. എനിക്ക് സഹായിക്കാം, ഈ ധൃതി പിടിക്കുന്ന സമയത്ത് സഹായിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. വേണ്ട പൊയ്ക്കോ എന്ന് പറയും. കാരണം എൻ്റെ ഒരു പാങ്ങിന് ചെയ്താലേ എനിക്കത് വൃത്തിക്കാൻ മേശപ്പുറത്ത് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പോയി വിളമ്പി കൊടുക്കലൊക്കെ കുറവാണ്, ചേട്ടൻ തന്നെ ചെയ്യുള്ളൂ. അപ്പം ഞാൻ വേഗം അവർക്ക് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് സാധാരണ വേറൊരു പാനിലാണ്, പക്ഷെ ഇപ്പോൾ എടുത്തത് വേറെ പാനായിപ്പോയി. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ആക്കി വേഗം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയെന്ന് വെച്ചപ്പോഴത്തേനും പോരാ. അവർ കാരണം അത്രയും മല്ലം പണി എടുക്കുന്നവരാണ്. കുറേ കട്ടയും കല്ലും ഒക്കെ ഉടച്ച് കളയാനും മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്നെ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് പപ്പട കയ്യിലൊന്ന് കൊടുത്തിരുന്നു. അപ്പോൾ ഹിന്ദിക്കാർ കാണിക്കൊണ്ടൊന്ന് കാണിച്ചു നോക്കിയതാണ്, കൈ കൊണ്ടൊന്ന് തിരിച്ചിടാൻ നോക്കിയത്, പക്ഷെ നടന്നില്ല. നമുക്ക് പറ്റില്ല കേട്ടോ. നമുക്ക് അത് സ്ഥിരം അഭ്യാസം ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റും, കൈ കൊണ്ട് ഇങ്ങനെ അമക്കി തിരിച്ചിട്ട് കൊടുക്കുന്നവർക്ക് പറ്റും. പക്ഷേ എനിക്ക് പറ്റിയില്ല. ഇവിടെ എടുത്തതും ചെറിയ കുഞ്ഞു കഷ്ണം തുണിയായിരുന്നതുകൊണ്ട് അവിടെ നിന്നും കിട്ടി, ഇപ്പുറത്തുനിന്നും കിട്ടി. അപ്പോൾ അങ്ങനെ എൻ്റെ പണികളൊക്കെ ഒരുവിധം ഒന്നായിട്ടുണ്ട്. അപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സമാധാനമായി. അത് കഴിഞ്ഞ് പിന്നെ ഞാനും ചേട്ടനും പിള്ളേരും കൂടി കഴിച്ചു. ഞാനിപ്പോൾ മാക്സിമം ഇവർക്ക് വിളമ്പിയൊക്കെ കൊടുക്കും. ഞാൻ ഓർക്കും ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് വിളമ്പി കിട്ടുന്നതല്ലേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ
അങ്ങനെ എന്താ പറയുക, എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് എന്തൊക്കെയൊക്കെ തോന്നുന്നു, പറയാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ എന്താ ഫുഡൊക്കെ നന്നായിട്ട് ഇപ്പം ഞാൻ കുറേയൊക്കെ ഞാൻ ഫുഡ് വെക്കില്ല എന്നല്ല, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഇതിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നന്നായിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുത്തൻ അവിടെ പോയി എന്തോ കാര്യത്തിന് ഓടിയപ്പോൾ എൻ്റെ ട്രൈപ്പോഡ് തട്ടിയതാണ് ആ കണ്ടതൊന്ന് കുലുങ്ങിയത്. ഞാൻ അങ്ങനെ തന്നെ ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അന്നക്കുട്ടി എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ പപ്പയും മോനും കൂടി ഒന്ന് പുറത്ത് പോയിട്ട് വരാം, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഞാൻ വേഗം ചോറ് വെച്ചു. അപ്പോൾ അവർ ചോറ് കഴിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഉച്ചക്ക് പിന്നെ ചപ്പാത്തി ആക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല ചേച്ചി ഞങ്ങൾ ചോറ് കഴിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ വേഗം ചോറിട്ടല്ല അരി ഇട്ടു ചോറാകാൻ വേണ്ടി. അങ്ങനെ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേനും കുരിശ് വരച്ച് അരിയൊക്കെ ഇട്ടു. പിന്നെ നമ്മുടെ ഈ ജമണ്ടം പണിയാണല്ലോ പാത്രം കഴുകുക. ചേട്ടൻ അപ്പോൾ അവർ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി വിളിക്കും. അപ്പോൾ നമ്മൾ 1-2 ചെടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ചെടികൾ മീൻസ് ഈ ബുഷ് ഓറഞ്ച് മേടിച്ച് പണ്ട് നട്ടിട്ടുണ്ടായിരുന്നത് എന്തോ അങ്ങ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നടണം. കുറേ വാഴക്കയും പണ്ടാരമൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ കാട് പോലെ ആയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വെട്ടിക്കളയണം. കുറേ പന്നലും ഒക്കെ പിടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ മേടിച്ചുകൊണ്ടുവന്ന പച്ചക്കറി അന്നക്കുട്ടിയും ജോക്കുട്ടനും കൂടി ഒതുക്കണം. എൻ്റെ മക്കൾ ചേച്ചിയും ചേട്ടനും ആകാൻ പോവുകയാണ് പിന്നെയും. അതായത് അന്നക്കുട്ടി ഓൾറെഡി ആയി, ജോക്കുട്ടൻ വീണ്ടും ജോക്കുട്ടൻ ചേട്ടനാവാൻ പോവാണ്. അപ്പോൾ എന്നോട് അമ്മ എന്നെ ചേട്ടാന്നാ വിളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്താ വിളിക്കേണ്ട കുഞ്ഞിനെ? എനിക്ക് അപ്പോൾ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണുന്നൊക്കെ ഈ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ടുവരണ കാണുമ്പോൾ നമുക്കങ്ങ് കൊതിയാവുന്നേ ഓടിപ്പോയി എടുക്കാനായിട്ട്. സത്യം എൻ്റെ ഈശ്വര അറിയില്ല. അങ്ങനെതാ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഈ മഞ്ഞിൻ്റെ സമയത്ത് നല്ല രീതിയിൽ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ, നല്ല തൊണ്ട ചൊറിഞ്ഞിട്ടുള്ള നല്ല ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ചാറ് കറിക്ക് ചിക്കനിന് ചാറാക്കണ്ട, അവർക്ക് ഫേവറേറ്റ് ദാലാണല്ലോ. ദാലെന്ന് വെച്ചാൽ പരിപ്പ് അങ്ങ് ആക്കിയെടുക്കാമെന്ന് കരുതി പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും വെളിച്ചെണ്ണയും കുറച്ച് വേപ്പില ഇട്ടിട്ട് പരിപ്പ് ഞാൻ അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് തിളച്ചു കേട്ടോ. പരിപ്പ് അവിടെ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് വേറെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അവർ പച്ചക്കറിയൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ അച്ചിങ്ങയൊക്കെ വേഗം സെറ്റാക്കി എടുത്തത്. അച്ചിങ്ങയൊക്കെ വേഗം അരിഞ്ഞെടുത്തു. ചിക്കൻ ഒരു റോസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അതിപ്പം എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഈ പച്ചക്കറി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുക അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഒക്കും. എനിക്ക് ഇച്ചിരി പാടുള്ളത് ഈ ഉള്ളി പൊളിക്കുക, സവാള പൊളിക്കുക, ഇതേപോലൊരു ഇഷ്ടമില്ലാത്തൊരു പണി. കാരണം എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്ന് പൊളിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. ചെമ്മീൻ മേടിക്കുമ്പോൾ ഞാൻ പറയും ചെമ്മീൻ മേടിക്കണ്ടാട്ടാ, ചെമ്മീൻ മേടിച്ചിട്ട് എനിക്ക് കിള്ളുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോകുന്നു, ഇങ്ങനെ എനിക്ക് ഉറക്കം വരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു എനിക്ക് തൈറോയിഡ് ഉണ്ടോയെന്നാവോ ഡോക്ടർ, എനിക്ക് ഇങ്ങനെ ഉറക്കം നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. തൈറോയിഡ് നോക്കി, തൈറോയിഡൊന്നുമില്ല. ഷുഗർ നോക്കി, ഷുഗറൊന്നുമില്ല. എന്താണാവോ ചിലപ്പോൾ ഈ ക്ഷീണം കൊണ്ടിട്ടായിരിക്കാം ഉറക്കം വരുന്നത്. അപ്പം ഞാൻ വേഗം തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപ്പ് കറി ആക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് കറി ഇവിടെ ഹിന്ദിക്കാർക്ക് മാത്രമല്ല കേട്ടോ, മനുവേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. മനുവേട്ടനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് പരിപ്പ് കറി. തൊണ്ടയ്ക്ക് അങ്ങ് ശരിയാവുന്നില്ല. അപ്പം ഞാൻ വേഗം കടുക് താളിച്ചു. അതേപോലെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ടു, വറ്റൽമുളക് ഇട്ടു, മുളക് പൊടി ഇട്ടു. മുളക് പൊടി ഇച്ചിരി ഇട്ടാൽ മതി കേട്ടോ, ഭയങ്കര എരിവാണി മുളക് പൊടിക്ക്. കാണാൻ വലിയ ലുക്കില്ലെന്നുള്ളൂ, എരിഞ്ഞിട്ട് നമ്മുടെ അണ്ടകടാഹം വരെ തെഞ്ഞു. പിന്നെ വേവിച്ച് വെച്ച മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇടാഞ്ഞത്. അപ്പം ഞാൻ അങ്ങനെ വേഗം പരിപ്പ് കറിയായി. അത് തിളച്ച് വന്നപ്പോഴത്തേനും കൈയോട് കൂടി തന്നെ ഞാൻ ചൂടാറ പാത്രത്തിലേക്ക്, ഈ ചൂടാറ പാത്രം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞത് എന്ത് പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസറോളിന് അങ്ങനെ എൻ്റെ അമ്മയ്ക്കൊന്നും അങ്ങനെ പറയാനൊന്നും അറിയില്ല. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ അമ്മ ഇങ്ങനെ പറയുമ്പോൾ കേട്ട് ഞാനും അങ്ങനെ തന്നെ ആയിപ്പോയി. ഇപ്പോൾ എനിക്കറിയാം കാസറോളെന്നാണ് ഇതിനെ പറയണതെന്ന്, പക്ഷെ ഞാനും അതുപോലെ തന്നെ ഇപ്പോൾ ചൂടാറ പാത്രം എന്നാണ് പറയുന്നത്. അങ്ങനെതാ ഇനിയിപ്പോൾ അടുത്ത കറി വയ്ക്കാം. ഇതിപ്പോൾ റെസിപ്പി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് നമ്മുടെ വെളുത്തുള്ളി അതേപോലെ സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച ആ ഒരു മസാല കൂട്ടിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട ശേഷം നമ്മളിതാ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വെന്തി ഒരു റോസ്റ്റ് പോലെ ആക്കിയെടുക്കാനാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് കരുതി. കടുക് ഇതിൽ ഞാൻ കടുക് പൊട്ടിച്ചില്ല കേട്ടോ. ഉരുളക്കിഴങ്ങിലും ഞാൻ പരിപ്പിൽ മാത്രമേ കടുക് താളിച്ചുള്ളൂ. ഇതേപോലെ തന്നെ വെളുത്തുള്ളിയും ഈ സവാളയും
പിന്നെ വേപ്പിലയും കൂടി ഇട്ട് മൊരിയിച്ചിട്ടു, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് മൊരിയണം കേട്ടോ. അച്ചിങ്ങയുടെയൊക്കെ ശരിക്കും ഒരു ഫ്ലേവർ നന്നായിട്ട് വരണം എന്നാണെങ്കിൽ നമ്മുടെ ഈ ഉള്ളി ഇതിൻ്റെ ആ ഒരു മുരിവുണ്ടല്ലോ അത് നല്ല അസലായിട്ട് മൊരിയണം. അല്ലാണ്ട് വെറുതെ ആ ഒരു പച്ച കുത്തോടു കൂടി നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ബാക്കിയുള്ള കറികൾ പോലുള്ള അച്ചിങ്ങയ്ക്ക് ശരിക്കും അങ്ങ് മൊരിയണം. നമ്മളിപ്പോൾ ക്യാബേജിനൊക്കെ ആണെങ്കിലേ അത്രയ്ക്ക് അങ്ങ് മൊരിഞ്ഞില്ലെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല. ബീട്രൂട്ടിനാണെങ്കിലും കുഴപ്പമില്ല, അത് അവിടെ കിടന്ന് അങ്ങ് മൊരിഞ്ഞോളും. പക്ഷെ അച്ചിങ്ങ അങ്ങനെയല്ല, അച്ചിങ്ങ പെട്ടെന്ന് വേകും. അപ്പം നമ്മൾ നന്നായിട്ട് മൊരിയിച്ച ശേഷം വേണം ഇടാനായിട്ട്. പിന്നെ ഞാൻ നമ്മൾ മുളക് പുരട്ടി വെച്ചിരുന്ന ചിക്കൻ വേഗം ഒന്ന് വറുത്തെടുത്തു. ചിക്കൻ ഒരു എളുപ്പക്കറിയാണ് കേട്ടോ വെക്കണേ. അപ്പം ഇത്ര ആയപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞു കുറച്ച് മാറ്, ഞാൻ ചെയ്യാം എന്നുള്ളൂ. പ്രത്യേകിച്ച് ഈ ചിക്കനും ബീഫൊക്കെ വെക്കുമ്പോഴത്തേനും ചേട്ടന് ഒരു ത്വര വരും, ഞാൻ വെക്കാം, എനിക്ക് വെക്കാനറിയാം, ഇവിടെ ആര് വെക്കണമെങ്കിലും നന്നായിട്ട് ഞാൻ വെക്കും എന്നൊക്കെയുള്ളൊരു ഒരു 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 ഇതൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പറയാം എന്നാൽ എന്ന് പറയും. അപ്പം ഞാൻ അങ്ങനെ ചോറൊക്കെ തിളച്ച് കഴിയുമ്പോഴത്തേന് ഞാൻ ഇറക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുത്തിട്ട് അടച്ചു. പിന്നെ ഞാൻ വേറൊരു ചട്ടിയിൽ വറുത്ത ചിക്കൻ്റെ കുറച്ച് എണ്ണ ഇട്ടിട്ട് ബാക്കി നമ്മുടെ ഇപ്പം കൈകൾ മാറിയത് നിങ്ങൾ കണ്ടല്ലോ. കൈകൾ മാറുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനാണ് ഇളക്കുന്നത്. അപ്പോൾ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ചേട്ടൻ വന്ന് മേടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ കൈകൾ മാറിയതാണ്. ഇപ്പോൾ ചേട്ടനാണ് ചെയ്യണം. അതിലേക്ക് ചേട്ടൻ്റേതായിട്ടുള്ള കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ സാധാരണ പൊടികളൊക്കെ തന്നെ. പിന്നെ പുള്ളി എന്ത് ചെയ്യുമെന്ന് ഈ മസാല ഈ തക്കാളിയുടെ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലുള്ളത് അങ്ങോട്ട് ഒന്ന് ഒതുക്കിയിട്ട് നടുക്ക എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും അതിലേക്ക് ഇട്ടിട്ടാണ് ആ പൊടികളൊന്ന് മൂപ്പിക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ആ കറിക്ക് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതിലേക്ക് വറുത്ത ചിക്കൻ ഇട്ടിട്ട് ഇളക്കി. ഈ ഇളക്കലിന് ഞാനാണ് മിടുക്കി. അപ്പം ഞാൻ മാറിക്കോ, ഞാൻ ഇളക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ഇളക്കി. അപ്പോൾ ജോക്കൂട്ടിൻ്റെ സ്ഥിരം പരിപാടിയാണ് കുഞ്ഞുവാവേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും വയറ്റത്ത്. അന്നക്കുട്ടി അങ്ങനെ തന്നെ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അവർക്ക് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷമാണ് ഞാനും പിള്ളേരും കഴിച്ചത്. ചേട്ടൻ അപ്പോഴും കഴിച്ചില്ല കേട്ടോ. ചേട്ടൻ അവരുടെ കൂടെ തന്നെ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയായി, പരിപ്പ് കറിയായി, അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയായി, നമ്മുടെ മറന്നു പോയല്ലോ എന്നായിരുന്നടാ, ചിക്കൻ റോസ്റ്റ്. ഇത്രയൊക്കെ ആയി. ചേട്ടനെ നോക്കിയെന്ന് മതിയായി. അവരും കഴിച്ചു കഴിഞ്ഞ് പോയി. പിന്നെ ഞങ്ങൾ കഴിച്ചു കേട്ടോ, ഞാനും പിള്ളേരും കൂടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു.